എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും നമ്മളെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം 9:30 മുതൽ 3:30 വരെയാണ് നമ്മളുടെ അംഗൻവാടികളുടെ പ്രവർത്തന സമയം. സാധാരണ അംഗൻവാടി ഹെൽപ്പറോ അല്ലെങ്കിൽ വർക്കറോ ആയിരിക്കും അന്ന് അംഗൻവാടി തുറക്കുന്നത്. പോഷൻ ട്രാക്കറിൻ്റെ വരവോടുകൂടെ നമ്മൾ ഇത്തരം സമയനിഷ്ഠിത കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. പോഷൻ ട്രാക്കറിൽ നമ്മൾ അന്നത്തെ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ AWC സ്റ്റാറ്റസ് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. സാധാരണ ഓപ്പൺ എന്ന സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ 3-4 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അത് അംഗൻവാടി ഓപ്പൺ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 3 കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ഒന്ന് ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നും ആം ഓൺ ലീവ് എന്നും, അല്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ചാർജ്. ഈ 3 ലിസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ടീച്ചർക്ക് അംഗൻവാടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ജിയോ ഫെൻസിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പോഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായ ചുറ്റളവിൽ നിന്നുകൊണ്ട് തന്നെയാണോ അംഗൻവാടി തുറക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി സൂപ്പർവൈസർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയം ഇതിനെല്ലാം കുറിച്ചും നമ്മളെ ടീച്ചേഴ്സിൻ്റെ അറിവുണ്ടാവണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചുവന്ന ബട്ടൺ. ഈ ചുവന്ന ബട്ടൺ എന്ന് പറയുന്നത് ഈ പച്ച ബട്ടൺ പോലെ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു ബട്ടണാണ്. വെറും ഒരു നിസ്സാര ബട്ടണല്ല. ചുവന്ന ബട്ടണിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ആ ചുവപ്പ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അംഗനവാടിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാലും നമ്മളൊന്നും തന്നെ ചെയ്തില്ല എന്നുള്ള കാര്യമായിരിക്കും അവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വരിക. ഇത്തരത്തിൽ ചുവന്ന ബട്ടനാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതെങ്കിൽ മനസ്സിലാക്കുക, അംഗനവാടിയിൽ നമ്മൾ എത്രത്തോളം പ്രവർത്തിച്ചാലും അന്നത്തെ ദിവസത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യങ്ങളും നമ്മൾക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരിക. അതായത് പ്രീ സ്കൂൾ കുട്ടികളെ സ്വീകരിച്ചതും അവർക്ക് മോർണിംഗ് സ്നാക്സ് കൊടുത്തതും HCM കൊടുത്തതും അവർക്ക് പ്രീ സ്കൂൾ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചതും അതുപോലെ തന്നെ FRS ചെയ്യാമെന്ന ഗുണഭോക്താക്കളെ ടീച്ചർ കഠിനാധ്വാനം ചെയ്ത് അവർ FRS ചെയ്തതും അതുപോലെ തന്നെ ALMSC മീറ്റിംഗ് കൂടിയതും ANC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതൊന്നും തന്നെ പോഷൻ ട്രാക്കറിനകത്തേക്ക് വരില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. കാരണം എത്രമാത്രം നിങ്ങൾ അതിലേക്ക് എൻട്രി വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളെ ഡാഷ്ബോർഡിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് അന്ന് അംഗനവാടി തന്നെ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് ഈ ചുവപ്പ് ബട്ടനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. എന്താണ് ക്ലോസ് ബട്ടൺ? നമുക്കറിയാം, എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സർക്കാരിൻ്റെ മറ്റ് അവധികളുണ്ടാവും. നമുക്ക് ഓണം പ്രമാണിച്ച അവധികളുണ്ട്, ബക്രീദ് പ്രമാണിച്ച അവധികളുണ്ട്, ഈസ്റ്റർ പ്രമാണിച്ച അവധികൾ. എല്ലാ അവധികളിലും നമുക്ക് ഇത്തരത്തിൽ ചുവന്ന ബട്ടൺ ഉണ്ടാവാറില്ല. എന്നാൽ ഞായറാഴ്ച ഒരു ദിവസം മാത്രമായിരിക്കും ഇത്തരത്തിൽ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു ചുവന്ന ബട്ടൺ കാണുക. അന്ന് അംഗനവാടി തുറക്കാനേ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ചുവന്ന ബട്ടൺ നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ദിവസം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അംഗൻവാടി പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നുള്ള ഒരു നിർവചനത്തിലായിരിക്കും നമ്മുടെ സൂപ്പർവൈസേഴ്സ് എത്തുക. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടീച്ചർമാർ അംഗൻവാടി തുറന്ന ഉടനെ ക്ലോസ് എന്നുള്ള ബട്ടണാണ് അറിയാതെ ക്ലിക്ക് ചെയ്തതെങ്കിൽ പിന്നീട് ഇത് തിരുത്താനോ ഓപ്പൺ എന്ന് കാണിക്കാനോ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പോഷൻ ട്രാക്കറിനകത്തുള്ളൂ. പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ തന്നെ അതിലെ മാറ്റങ്ങൾ എന്താണ്, അതിൽ ഏത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി അന്നന്നാൾ തന്നെ നമ്മളെ ചാനലിൽ ഓരോ സെഷനായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ടീച്ചേഴ്സ് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യണം. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മൾ ഈ സെഷനിലൂടെ വിവരിച്ചത്. ഈ ക്ലോസ് എന്നുള്ള ബട്ടൺ വെറും ഒരു ബട്ടണായിട്ട് കരുതാതെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് വരുത്തുക. നമുക്കറിയാം, അംഗനവാടി തുറക്കാത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അനുവദിക്കപ്പെട്ടുള്ള ഹോളിഡേയ്സ് മാത്രമാണ്. ആ ഒഴിവ് ദിനങ്ങളിലല്ലാതെ എല്ലാ ദിവസങ്ങളിലും നമ്മൾക്ക് പച്ച മാർക്ക് തന്നെയാണ് പോഷൻ ട്രാക്കറിലും ഓപ്പൺ ആയിട്ട് കാണിക്കേണ്ടത്. ഈ പച്ച മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അതേ പ്രാധാന്യം തന്നെ ഈ ചുവന്ന ബട്ടണിലേക്കും കൊടുക്കുക. അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ വിവരിച്ചതൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സാധാരണ നമ്മൾക്ക് നേരത്തെ ക്ലോസ് എന്ന് കൊടുത്താലും ഒരാൾക്കും അറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം അംഗനവാടിക്ക് ഒരു സമയക്രമമുണ്ട്. 9:30 കൃത്യമായി അംഗനവാടി തുറന്നു എന്ന് കാണുന്നത് തന്നെ നമ്മളെ സൂപ്പർവൈസർ ആയിരിക്കും. ആദ്യം സപ്പോർട്ടീവ് സൂപ്പർവൈസർ ആപ്പ് വഴി സൂപ്പർവൈസർ നിരീക്ഷിക്കുന്ന സമയം 9:30 എന്ന ടൈം സ്റ്റാമ്പ് അവിടെ കാണാൻ സാധിക്കും. അന്ന് ടീച്ചർ അംഗനവാടി ഓപ്പൺ ആണ് എന്നുള്ളത് നമ്മളെ സൂപ്പർവൈസർ മനസ്സിലാക്കും. എന്നാൽ അംഗനവാടി തീരെ തുറന്നിട്ടില്ല, ടീച്ചർ മറന്നുപോയ സാഹചര്യമാണെങ്കിൽ അവിടെ സൂപ്പർവൈസർക്ക് 12 മണി കഴിഞ്ഞാലും അവിടെ ക്ലോസ് എന്നാണ് കാണിക്കുക. അതിനർത്ഥം സൂപ്പർവൈസർ മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ ടീച്ചർ അംഗൻവാടി തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ മുകളിലുള്ള ബഹുമാനപ്പെട്ട ഡയറക്ടർ വരെയും ആ റിപ്പോർട്ട് തന്നെയാണ് പോവുക.
അപ്പോൾ ഒരു കാരണവശാലും ആ ക്ലോസ് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. ടീച്ചർ ഏത് സമയത്താണ് തുറക്കുന്നത് ആ സമയം മുതൽ മാത്രമായിരിക്കും അങ്കണവാടി തുറന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ വന്ന ഉടനെ തന്നെ അങ്കണവാടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ടീച്ചർ ആദ്യം ഒഴുകേണ്ടത്. അതിനുശേഷമായിരിക്കണം മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ചുവന്ന ബട്ടൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ക്ലോസ് ബട്ടൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ടീച്ചർമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക്